2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികൾ നോക്കിക്കാണുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകുകയാണ് മായാവതി. അതായത് കോൺഗ്രസിനെ സഖ്യത്തിലേക്ക് ചേർക്കാൻ വേണ്ടി സാധിക്കില്ല, അങ്ങനെ ഒരു സഖ്യം വന്നാൽ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല എന്ന രീതിയിലാണ് മായാവതിയുടെ വാദം. തീർച്ചയായും അഖിലേഷ് യാദവിനാവട്ടെ പഴയ കൂട്ടുകെട്ട് വീണ്ടും 2019 വേണമെന്ന ഒരു നിലപാട് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലെങ്കിലും ജനുവരിയിലെ സഖ്യപ്രഖ്യാപനത്തിൽ മായാവതിയും അഖിലേഷ് യാദവും തുറന്നു പറഞ്ഞത് കോൺഗ്രസിനെ സഖ്യത്തിലോട്ട് ചേർക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സമാജ്വാദ് പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസുമായി ഈ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാകുമെന്നുള്ളത്. എന്നാൽ ഈ വിവരം ഇന്നലെ തന്നെ ന്യൂസ് 18 മാധ്യമം പുറത്തുവിട്ടിരുന്നു. അതായത് സഖ്യത്തിലോട്ട് കോൺഗ്രസിനെയും കൂടി ക്ഷണിക്കുമെന്നുള്ള ഒരു വാർത്തയായിരുന്നു മുതിർന്ന SP നേതാവിൽ നിന്നും ന്യൂസ് 18 പേര് വെളിപ്പെടുത്താതെ വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ ഈ വാർത്ത ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിരുന്നു. എന്നാൽ ആ വാർത്തയോട് പരിപൂർണ കൂറു പുലർത്തുന്ന രീതിയിലാണ് BSP മാറി നിന്നെങ്കിലും സമാജ്വാദ് പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് മുന്നോട്ട് വന്നിട്ടുള്ളത്. കോൺഗ്രസിനെ ഞങ്ങൾ സഖ്യത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അഖിലേഷ് യാദവ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് 15 സീറ്റുകളിലോളം ധാരണയുണ്ടാക്കും എന്നുള്ള ഒരു നിലപാടും അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോൺഗ്രസിന് പുറമെ മറ്റുള്ള 3 പാർട്ടികളും ഇപ്പോൾ നിലവിൽ സമാജ്വാദ് പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് നിഷാദ് പാർട്ടി, രാഷ്ട്രീയ ലോക്താദള്, പീസ് പാർട്ടി എന്നിവരാണ് മറ്റുള്ള സഖ്യകക്ഷികൾ. ഇതിലേക്കാണ് കോൺഗ്രസിന്റെ കടന്നുവരവ്. തീർച്ചയായും എടുത്തു പറഞ്ഞാൽ അഖിലേഷ് യാദവിനെ മാറ്റി ചിന്തിപ്പിക്കാനുള്ള ഒരു കാരണം ലക്നൌവിൽ നടന്ന വാഹന യാത്ര തന്നെയാണ്. അതായത് വാഹന പ്രചരണ യാത്ര വലിയ രീതിയിലുള്ള ഒരു റിസൾട്ട് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് സമ്മാനിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു തരംഗം തന്നെ അവിടെ എടുത്തു പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവ്, പ്രിയങ്ക ഗാന്ധിയുടെ കിഴക്കൻ ഉത്തർപ്രദേശിലേക്കുള്ള പുതിയ ചുമതല, ഇതൊക്കെ സ്വാഭാവികമായി എടുത്തു പറഞ്ഞാൽ ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് കോൺഗ്രസിന് സമ്മാനിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് പുതിയ തീരുമാനവുമായി അഖിലേഷ് യാദവ് വന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി BJPക്കാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനായിരുന്നെങ്കിലും ഇപ്പോൾ ഉയർന്നുകൊണ്ടുള്ളത് BJPക്കാണ്. കാരണം മതേതരത്വ വോട്ടുകൾ ഒന്നിക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ മതേതരത്വ വോട്ടുകൾ ഒന്നിച്ചാൽ BJPക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി പലയിടങ്ങളിലും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് യോഗിയുടെ ഗോരഖ്പൂരിലും മോദിയുടെ വാരണാസിയിലും വരെ പൊതുജനങ്ങൾ ഭരണകൂട ചില തീരുമാനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരുന്നു. കർഷകർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരുന്നു. ഈ സാഹചര്യത്തിൽ BJPയെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉത്തർപ്രദേശിൽ കാണുമ്പോൾ മതേതരത്വ വോട്ടുകൾ ഭിന്നിക്കാതെ ഒരേ വോട്ട് ബാങ്കിലോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടും അവിടെ ഏറ്റവും വലിയ തിരിച്ചടി BJPക്കായിരിക്കും ഉണ്ടാവുക. ഇന്ന് അഖിലേഷ് യാദവിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ വ്യക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസും സഖ്യത്തിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ്. അതായത് സമാജ്വാദ് പാർട്ടി കോൺഗ്രസിനെ ക്ഷണിച്ചതുകൊണ്ട് എന്തായാലും മായാവതിയും അതേ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ദേശീയ തലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസിനും മറ്റുള്ള സഖ്യകക്ഷികൾക്കും ഉത്തർപ്രദേശിൽ കാഴ്ചവെക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.